ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപ്പ് വടയാണ്. സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് വട. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ: പരിപ്പ് 2 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നീട് 2 പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, സവോള, ആവശ്യത്തിനനുസരിച്ച് ഉപ്പും വെക്കുക. ഇനി നമ്മൾ നന്നായിട്ട് കുതിർത്തെടുത്ത ഈ പരിപ്പ് നമ്മൾ മിക്സിയിലേക്ക് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ പാതി നമ്മൾ മിക്സിയിലേക്ക് അടിക്കുക, ബാക്കി കുറച്ച് മാറ്റി വെക്കുക. അപ്പം നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ കുറച്ച് എടുത്ത് മാറ്റി വെക്കുക, ബാക്കി എടുത്ത് നമ്മൾ മിക്സിയിലേക്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ച പരിപ്പിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ അഡീഷണൽ കളർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മുളക്, സവോള, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതിനകത്ത് പരിപാടിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളിത് ഓരോ ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കാക്കി വറുത്തെടുക്കാം. അപ്പം ഞാനൊരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 14-15 പരിപ്പ് വടയോളം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എത്രയാണോ അളവെടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഓണാക്കി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഉൾഭാഗം നമ്മൾ വേവത്തില്ല, വെളി മാത്രമേ മൊരിഞ്ഞ് വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം, അകത്തും വേകണം. സോ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാം. അപ്പോൾ ആദ്യത്തെ നമുക്കായിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ടിഷ്യൂ ഇട്ടെടുക്കുകയാണെങ്കിൽ പകുതി എണ്ണ അതിലോട്ട് അങ്ങ് പിടിച്ചോളൂ. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പം വരില്ല. എണ്ണയൊന്നും അധികം വേണ്ടാത്തവർക്ക് ടിഷ്യൂ ഒക്കെ ഇട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുമായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.